ടോപ്പ് ഫ്ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL പ്ലേ ഓഫ് പോരാട്ടങ്ങൾ അടുത്തെത്തി നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ദയനീയ പ്രകടനം. ഇത് ആരാധകരെ അപ്പാടെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഇതേ ഫോം തുടർന്നാൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിൽ ജയിക്കുമോ എന്ന കാര്യം സംശയമാണ്. അവസാനം കളിച്ച 4 മത്സരങ്ങളും തോറ്റു തുന്നം വഴി. രാജസ്ഥാൻ റോയൽസ് ആദ്യ 9 മത്സരത്തിൽ 8 വിജയം നേടിയിരുന്നു. എല്ലാവരുടെയും പ്രശംസ ഏറ്റുവാങ്ങിയ രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായ തോൽവിക്ക് മറുപടിയില്ലാതെ വട്ടം തിരിയുകയാണ്. പ്ലേ ഓഫ് ഉറപ്പിച്ച ടീമാണ് ഇത്ര ദയനീയ അവസ്ഥയിലൂടെ കടന്നുപോകുന്നത്. IPL 17ാം സീസണിന്റെ കപ്പ് രാജസ്ഥാൻ റോയൽസ് നേടുമെന്ന് ഉറപ്പിച്ചിരുന്ന ആരാധകർക്ക് ഇപ്പോൾ കപ്പ് ഉയർത്തുമെന്നതിൽ യാതൊരു പ്രതീക്ഷയുമില്ല. പ്രധാന കളിക്കാർ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ കളിക്കുകയാണ്. ഓപ്പണിങ്ങിൽ പവർ പ്ലേ റൺസ് വരുന്നില്ല, വിക്കറ്റുകൾ വീഴുന്നു എന്നതാണ് രാജസ്ഥാനുള്ള തലവേദന. കഴിഞ്ഞ മത്സരത്തിലും ഓപ്പണിങ്ങിൽ മികച്ചൊരു പ്രകടനം നടത്താൻ കാറ്റ്മോനും ജയ്സ്വാലിനും സാധിച്ചില്ല. അടുത്ത മത്സരത്തിൽ ധ്രുവ് ജുറലിന് അവസരം കൊടുക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. രാജസ്ഥാൻ റോയൽസിന്റെ ജോസ് ബട്ട്ലർ തിരികെ നാട്ടിലേക്ക് പോയതും ഇത് ടീമിനെ ബാധിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ട് താരങ്ങൾ പാകിസ്ഥാനെതിരെയുള്ള മത്സരം കളിക്കാൻ നാട്ടിലേക്ക് തിരിച്ചത് വലിയ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. IPL ഈ പ്രധാന സമയത്ത് പ്ലേ ഓഫ് ഉറപ്പിച്ച ടീമും സാധ്യത ഉള്ളതുമായ ടീമുകൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ്. ഇതിനെതിരെ മുൻ ഇന്ത്യൻ താരവും ഓൾറൗണ്ടറുമായ ഇർഫാൻ പഠാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: സീസൺ മുഴുവൻ കളിക്കാൻ നിൽക്കണം, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്നാണ് താരം പറഞ്ഞത്. നേരത്തെ മറ്റൊരു മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ പറഞ്ഞത് തിരിച്ചു പോകുന്നവരുടെ പ്രതിഫലം വെട്ടിക്കുറയ്ക്കണമെന്നാണ്. രാജസ്ഥാൻ റോയൽസിന്റെ ജോസ് ബട്ട്ലർ, KKRന്റെ ഫിൽ സാൾട്ട്, RCBയുടെ വിൽ ജാക്സ്, ഈ താരങ്ങൾ ഈ IPL സീസണിൽ മികച്ച മത്സരമാണ് പുറത്തെടുത്തത്. ഈ ടീമുകളെല്ലാം തന്നെ പ്ലേ ഓഫിലേക്ക് എത്താൻ നിൽക്കുന്ന ടീമുകളുമാണ്. ഇവരുടെ ഈ തിരിച്ചുപോക്ക് ടീമുകളിൽ വലിയൊരു വിടവ് സൃഷ്ടിക്കും. അത് നികത്തുക എന്നതാവും ടീമുകളുടെ ആദ്യ കടമ. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.